കേട്ടോ ചേച്ചി, പീസ് നീലകണ്ഠനകത്ത് കുടഞ്ഞോണ്ടിരിക്കുക. എന്ത് കുടഞ്ഞാലെന്താ, ഇപ്പൊ അയാളുടെ സമയല്ലേ? അല്ല, രാഷ്ട്രീയത്തിലെല്ലാം അത്രേ ഉള്ളൂ. വെറുതെ തുണ്ടൻ തുണി വെട്ടിക്കൊണ്ടുവന്ന ടൈലർ നീലാണ്ടനല്ലേ ഇപ്പൊ പാർട്ടിയുടെ ഏക മന്ത്രി. ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാ. ഞാൻ വ്യവസായ മന്ത്രി ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഞങ്ങളല്ല നീലേട്ടാ, ഇവിടുത്തെ പത്രങ്ങളാ. പത്രക്കാർക്ക് എന്തു എഴുതാം? ഇത്രയും പത്രങ്ങൾ ഒരുമിച്ച് മന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയുമ്പോ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ ഒക്കോ? നിങ്ങളെ മന്ത്രിമന്ദിരത്തിലിരിക്കുക, റോഡിലൊക്കെ നടക്കുന്നത് ഞങ്ങളാ. ജനങ്ങൾ ഞങ്ങളോടാ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ അഴിമതി കാണിച്ചെങ്കിൽ ഒരു പീസ് പറ. പീസോ? ആ, ഒരു കട്ട് പീസ് പറ. നമ്മളിപ്പോ തൽക്കാലം ചിന്തിക്കേണ്ടത് മിസ്റ്റർ നീലകണ്ഠനെ കൊണ്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേര് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനെ പറ്റി. അതത്ര എളുപ്പമുള്ള പണിയല്ല, അത്രത്തോളം ആരോപണങ്ങളുണ്ട്. തൽക്കാലം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക, അതാണ് ആവശ്യം. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, അതുമല്ലെങ്കിൽ കുറെ എണ്ണത്തിനെ വെടിവെച്ചങ്ങ് കൊല്ലണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു സമരമെങ്കിലും കൃത്രിമമായിട്ട് അങ്ങ് ഉണ്ടാകണം. അല്ല, അതുകൊണ്ടൊന്ന് പ്രസക്തി. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. അതൊരു നല്ല പീസാ. താനും ഇവിടെ രൂപ. ഈ കൂട്ടുമന്ത്രിസഭയിൽ നമുക്ക് ആകെയുള്ളൊരു മന്ത്രി നീലാണ്ടന. ആഭ്യന്തരമന്ത്രി കുഞ്ഞിക്കണ്ണൻ ആദ്യം മുതലേ നമ്മുടെ മന്ത്രിക്കെതിരാ. എനിക്കെതിരെ പത്രക്കാരെ ഇളക്കി വിട്ടത് ലവന്റെ ഒരു പീസാ. നീലകണ്ഠൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആഭ്യന്തരമന്ത്രിക്കെതിരെ ക്രമസമാധാന നില വഷളായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നു. അതായത് ഭരണത്തോടൊപ്പം സമരവും. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്തിയെടുക്കുന്നു. ഇതാര് സംഘടിപ്പിക്കും? എല്ലാ സമരത്തിനും ചുക്കാൻ പിടിക്കുന്ന ചാക്കോച്ചനാണല്ലോ. ഇതും ചാക്കോച്ചൻ തന്നെ ചെയ്താൽ മതി. അത് ഒരു 100 വട്ടം സമരം ചെയ്യാനും എനിക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ അടുത്ത 10-ാം തീയതി എന്റെ വൈഫിനൊരു മേജർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഞാനവിടെ ഇല്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സദാശിവൻ അതങ്ങ് ഏറ്റെടുക്ക്. അയ്യോ, അത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അടുത്ത മാസം 12-ാം തീയതി എന്റെ ഒരു അനന്തരവളുടെ കല്യാണമാണ്. അച്ഛനില്ലാത്തത് കൊണ്ട് ഞാൻ നിന്ന് വേണോ അത് നടത്താൻ. അതിനിടയിൽ അത് നമുക്ക് PS ഏൽപ്പിച്ചാലോ? അത് കൊള്ളാം. ശരിയാണ്, എല്ലാ കാര്യങ്ങളും PS തന്നെ നോക്കിക്കൊള്ളും. നമ്മളൊന്നും അറിയണ്ട. PS സാറിനെ മുകളിൽ വിളിക്കുന്നു. മാറിയെന്ന് കേട്ടേ. 25 വർഷക്കാലമായിട്ട് വലിച്ചോണ്ടിരിക്കായിരുന്നു എനിക്കറിയാം. യുവജന നേതാവ് വരുന്നുണ്ട്. PS, നാട്ടിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നിലയ്ക്കെതിരെ വരുന്ന 16-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായ സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് എല്ലാ കലക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യുക, ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാർച്ച് നടത്തുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം PS-നെ ഏൽപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതിന്റെ മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ച് നമ്മുടെ എല്ലാ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞങ്ങളെ വിവരം അറിയിക്കണം. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ PS മിനിസ്റ്ററോട് പറഞ്ഞ കാര്യം നടക്കും. പക്ഷേ PS ആളൊരു പ്രത്യേക ടൈപ്പാ. വേണേ നമുക്ക് എന്തെങ്കിലും മുടക്കാം. അങ്ങനെ നേരിട്ടൊന്നും വാങ്ങൂല. പിന്നെ PS-ന് കാശിന് സ്വല്പ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഏതായാലും നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കാണാം. സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കോളർ ഇതേ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കാശ് എളുപ്പം റെഡിയായിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റവും അർത്ഥം. അതാ പുള്ളിയുടെ കോഡ്. സുഖുവേട്ടന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ആകെ സമ്പാദ്യം ഇതാ. 4 അണയ്ക്ക് പ്രയോജനമില്ലാത്ത കുറെ യാത്രകളും യാത്രക്കിടയിൽ വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ബ്രഷും പേസ്റ്റും. പക്ഷെ ഒന്ന് വിട്ടുപോയി. എന്റെ വാവക്കുട്ടി, എന്റെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മാസ്മര ശക്തിയിൽ എനിക്ക് കിട്ടിയ എന്റെ ജീവിതസഖി. വന്നിട്ടുണ്ട് ഏതോ പ്ലഗ്. ചെല്ല് ചെല്ല്. താഴെ ഇറങ്ങിക്ക്, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നൊന്നും PS-ന് ഇഷ്ടമല്ല. നമസ്കാരം PS. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എനിക്ക് താല്പര്യം തോന്നാൻ കാരണം വേറൊന്നുമല്ല. ഇയാളുടെ പെങ്ങള് കാസർഗോഡും അവരുടെ ഹസ്ബൻഡ് ചേർത്തലയിലുമാണ്. പിള്ളേരുടെ പഠിത്തം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചാ നമ്മളെ കൊണ്ടൊരു കുടുംബം രക്ഷപ്പെടുന്നേ രക്ഷപ്പെട്ടോട്ടെ. PS മിനിസ്റ്ററോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഷുവറായിട്ട് നടക്കും. ശരി, ഞാൻ നോക്കട്ടെ. എന്നാ സമയം മെനക്കെടുത്തുന്നില്ല. കണ്ണൂർ പോവല്ലേ, വന്നിട്ട് കാണാം. കോളറി പിടിച്ച പിടുത്തം കണ്ട, അതാണ് കുരുടാമണി ശശിയുടെ കഴിവ്. എന്താ സുഖേട്ട ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്? കണ്ണൂര് പോകുന്നില്ലേ?
പാർട്ടി കണ്ണൂർ പോകാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നീ നിന്റെ നയം വ്യക്തമാക്കുന്നില്ലല്ലോ. എന്റെ സുഖേട്ട, ഇത്തവണ എന്റെ കാശില്ല. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. പാർട്ടി കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? അപ്പൊ അവരില്ലേ കാശ് തരേണ്ടത്? എന്നാലും നിന്റെ സുഖേട്ടൻ്റെ മിനിമം ഒരു 500 മണീസെങ്കിലും ഒരു യാത്ര പോകുമ്പോ വേണ്ടേ? അതിരിക്കട്ടെ. ആ. കഴിഞ്ഞ മാസം പാലക്കാട്ട് പോകുമ്പോ 200 രൂപ വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ മട്ടാഞ്ചേരി പോകുമ്പോ ഒരു 100 രൂപ, അത് വാവ മറന്നുപോയി. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാനങ്ങ് തിരിച്ചു തരും. അതെ അതെ. അന്ന് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഭൂപണയ ബാങ്കിൽ നിന്ന് എന്റെ വസ്തു പണയം വെച്ച് 10,000 രൂപ വാങ്ങിച്ചില്ലേ? ആ, അതിന്റെ ഏർപ്പാടെന്തായി? അതിന്റെ ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. ദേ, അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം ശരിയാവും. തൽക്കാലം സുഖേട്ടൻ എങ്ങനെ കണ്ണൂർ പോവും? അതിനിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? ദേ, ഇതങ്ങ് ഊരിത്തരാം. പണയം വെച്ചോളൂ, എടുത്തു തന്നാ മതി. ആ, അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രിപദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ കോളേജിൽ പോയി മുഖം കാണിച്ചിട്ട് ബാങ്കിൽ പോയി പണയം വെച്ച് കാശും വാങ്ങി സ്റ്റേഷനിൽ വരാം. അത് ന്യായം. അതിനു മുമ്പ് ഞാൻ തൈക്കാട് ഒരു ചെറിയ തീപ്പൊരി പ്രസംഗം നടത്തി സ്റ്റേഷൻ വന്നേക്കാം. ഓക്കെ? ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് സാമൂഹ്യ നീതിയാണ്? സ്വാശ്രയശീലം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തിനും ഔചിത്യബോധമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത നാം അപലപിക്കേണ്ടിയിരിക്കുന്നു. പുറം രാജ്യങ്ങളിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ 5 വയസ്സായ കുട്ടികൾ പോലും സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ്. സ്വാശ്രയശീലം ഇപ്പൊ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങളൊരു കുടുംബമായി ജീവിക്കേണ്ടി വരുമ്പോൾ അമ്പേ പരാജയപ്പെട്ടു പോകും. എന്താ ഇത്ര താമസം? കാശിവിടെ ഡയറിയുണ്ട്. ഞാൻ പറഞ്ഞത്ര ഉണ്ടോ? ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പോട്ടെ. പിന്നൊരു കാര്യം, എന്ന് തിരിച്ചു വരും. ഞാൻ ശനിയാഴ്ച വരും. അന്നേന് വരണേ. എന്താ കാര്യം അറിയാലോ? എന്താ? ഞായറാഴ്ച എന്റെ പിറന്നാളാ. വരാതിരിക്കണ്ട്, മറക്കരുത് കേട്ടോ. ഓക്കെ. ഒരാഴ്ചക്കകം കാസർഗോട്ടുള്ള പെങ്ങളും ചേർത്തലയുള്ള അളിയനും ഒന്നിക്കും. പോരെ? ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ശബ്ദത്തിന് എന്താ ഇത്ര കനം? ചായ തരാം, ആദ്യം കാശെടുക്ക. ഏത് കാശ്? ഏത് കാശോ? ഓ, എന്നെ കെട്ടാൻ നേരത്ത് എന്തൊരു പുജ്ഞമായിരുന്നു. ഇതിനും കൂടെ പൊന്നു വാങ്ങിച്ചാ എവിടെ കൊണ്ട് ഇടുവടി? എനിക്കറിയാം എന്റെ മരുമോളൊന്ന് വരുമെന്ന്. എനിക്കറിയാം എന്റെ അമ്മായിയമ്മ ഇന്ന് തന്നെ പ്രതീക്ഷിക്കുമെന്ന്. സുഖേട്ടൻ കണ്ണൂരിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴല്ലേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മ അവിടെ വന്ന് താമസിക്കണം. അത് അമ്മ ചെയ്യുകയില്ല. അതിരിക്കട്ടെ. കൊച്ചവൻ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, ഒന്നും പറയണ്ട. അവന്റെ വാശിയും വഴക്കും ഒരു ഭാഗത്ത്, സുഖേട്ടന്റെ നയവും രാഷ്ട്രീയവും വേറൊരു ഭാഗത്ത്. ഇതിനിടെ കിടന്ന് ഞാൻ ഞെരുങ്ങ. അത് കൊള്ളാം. അമ്മ എത്ര ഞെരുങ്ങിയതാ മോളെ. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാവുമ്പം ക്ഷമയും സഹനശക്തി ആവശ്യമാണ്. സുഖുവിന്റെ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കുറഞ്ഞതൊരു 5 നേതാക്കന്മാരെങ്കിലും കൂടെ കാണും. എത്ര വെച്ച് വിളമ്പിയതാ. നീ വാ. അയ്യോ വേണ്ടമേ, എനിക്ക് ഉടനെ പോണം. പിന്നെന്തിനാ നീ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ച് കാശ് അമ്മയ്ക്ക് തരാനാ വന്നത്. സുഖേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ. അതിന് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെയും ഞങ്ങൾക്ക് തരാമല്ലോ. നീ ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് വാ. ഞാൻ ചോദിക്കുകയാണ്, എന്നെ മമ്മിയാണോ കുളിപ്പിക്കുന്നത് അതോ പപ്പയാണോ കുളിപ്പിക്കുന്നത്? മോനെ, പപ്പ ഇന്നലെ രാത്രി വളരെ വൈകിയ വന്നത്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയ ദേഷ്യപ്പെടും, പറഞ്ഞേക്കാം. മമ്മി നയം വ്യക്തമാക്കണം. എന്താ? സാറ് വരാൻ പറഞ്ഞിരുന്നു. അയ്യോ, ഉറങ്ങാണല്ലോ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നപ്പോ വളരെ താമസിച്ചു. എന്താ കാര്യം? സാറാ ഇന്ന് വരാൻ പറഞ്ഞത്. എനിക്ക് ഉടനെ കൊല്ലത്തേക്ക് പോവുകയും വേണം. എന്നാ ഇരിക്കൂ. ഓ. സുഖേട്ടാ, സുഖേട്ടാ, ദേ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഓ, സുഖേട്ടാ. ആളാരാന്ന് പറ. ഓ,
പേര് നക്ഷത്രമുള്ള ആരവിടെ കാണാൻ വരാറുള്ളത്? ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ്? നമസ്കാരം സാർ. നമസ്കാരം. ആ 12 കാശ് എവിടെ ആയിരുന്നു ഇതുവരെ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതൊക്കെ അപ്പൊ ഒന്ന് വാങ്ങിച്ചു പോണ്ടേ? എത്രയായി? അത് എല്ലാം കൂടി 560 രൂപയായി. പിന്നെ സാറായതുകൊണ്ട് ഒരു 460 രൂപ തന്നാ മതി. ഓഹോ, ഇരിക്കെ. ഈ കണക്കിന് പോയ ഈ രാജ്യത്ത് മനുഷ്യരെങ്ങനെ ജീവിക്കും? സാധനങ്ങൾക്കൊക്കെ എന്ത് വിലക്കയറ്റാണെന്ന് അറിയാം. എന്താ? ഒരു പന്തല് കെട്ടുന്നതിന് 560 രൂപ. ആകപ്പാടെ 4 ഓലയുടെയും 2 മുള്ളയുടെയും കാര്യമുള്ളൂ. വാവയ്ക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാർട്ടിയുടെ താലൂക്ക് സമ്മേളനത്തിൽ ഞാൻ ഒരു പന്തല കെട്ടാൻ പറഞ്ഞത്? വാവയ്ക്ക് ഓർമ്മ കാണത്തില്ല. അതിന് എന്നെ പറ്റിക്കാൻ ഒക്കെയല്ല, ഞാൻ 460 രൂപയ്ക്ക് ഫിക്സ് ചെയ്തു. അതങ്ങ് കൊടുത്തേര് പണ്ടാരം പോട്ട്. സുഖേട്ടാ, ഹലോ, കണക്കൊക്കെ ശരിയാണല്ലോ? ഓക്കേ ഓക്കെ ഓക്കെ, ഇങ്ങ് വാ. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയാൻ എന്ത് പാടാവേ അല്ലേ? സത്യം പറഞ്ഞ സുഖേട്ടനോട് എനിക്ക് അനുകമ്പയാ. സുഖേട്ടൻ എന്തുമാത്രം പാടുപെടുന്നു ഓരോ ആളുകളോട് ഓക്കെ പറയാൻ. ഇവരോടെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നോടൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ? എപ്പോ? ഇന്നെന്റെ പിറന്നാളാ. കണ്ണൂരിൽ നിന്ന് എന്തിനാ പിന്നെ രാത്രി 2 മണിക്ക് കയറി വന്നത്? അല്ല, ഏത് ഭർത്താവ് വരും? തിരക്കിട്ട പരിപാടികൾക്കിടയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അതിനു മുമ്പ് പാർട്ടി ഓഫീസിൽ കൊണ്ടുവരട്ടെ. അതെന്തിനാ? 1-2 ആളുകളോടുകൂടി ഓക്കെ പറയാനുണ്ട്. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വാവയ്ക്കറിയോ അത്? എനിക്കൊന്നും അറിഞ്ഞൂടേ. ശരി, എന്നാ പറഞ്ഞുതരാം. ഇപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോന്നൊന്ന് ചോദിച്ചേ. ചോദിക്കേ. ഒന്നാം വരുമോ? ഓക്കെ, അതിന്റെ അർത്ഥം വന്നിരിക്കും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ചോദിക്കേ. ഒന്നാം വരുവോ? ഓക്കെ, ഒത്താ വരും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുവോ? ഓക്കെ, നിനക്ക് വേണേ വരാം. അപ്പൊ ഇപ്പൊ ഇതിൽ ഏതൊക്കെ എന്നോട് പറയാൻ പോണേ? ഓക്കെ, വന്നിരിക്കും. തിരുവനന്തപുരത്ത് ആർത്തി കെട്ടുന്നതിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട. ഞാനിവിടെ ജനിച്ചു വളർന്നവനാ. ജനിച്ചിട്ടെന്നുള്ള കാര്യം കഴിഞ്ഞ പാർട്ടി പീഠത്തിന് താൻ എന്തുണ്ടാക്കി? അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ സംസ്ഥാന കമ്മിറ്റിയെ ധരിപ്പിച്ചോളാം. നിങ്ങൾ എങ്ങനെയാണ് ഒരു തീരുമാനം? അതിലും പണ്ട് ഇയാളുള്ള സ്വഭാവം. എന്തിനും എന്നെ തന്നെ കുറ്റം ഞാൻ. അതിനിപ്പോ ഇന്ന് വാവയുടെ ബർത്ത്ഡേയാ. 1 മണിക്ക് ഉണ്ണാൻ വീട്ടിലെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞാ ഞാൻ വന്നിരിക്കുന്നത്. പോയേ പറ്റൂ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? 3 മണിക്ക് മുമ്പ് മാറ്റർ പ്രസിൽ എത്തിക്കേണ്ടതാ. PS പോയ ആകെ കൂടെ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും കൂടി വരാം. ഊണും കഴിക്കാം, മാറ്ററും റെഡിയാക്കാം. ടീച്ചറിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. ഏതായാലും പനവിള ജംഗ്ഷനിലെ ആർച്ച് നമുക്ക് ഗംഭീരമാക്കണം. പനവിള ജംഗ്ഷനിലെ ആർച്ച് നിൽക്കില്ലെന്ന് കാറ്റ് പിടിക്കും. കിടന്ന് ചിലക്കാതെ ആദ്യം നമുക്ക് ഉണ്ണാന്നേ, എന്നിട്ടാ. വാവേ, ചോറുള്ളമ്മ. ടീച്ചർ, ഇവിടെ ഇരുന്ന് ഫോൺ എന്തി? അത് രാത്രി ഒരുപാട് ഫോൺ കോൾസ് വരുന്നോണ്ട് ബെഡ്റൂമിൽ വെച്ചിരിക്കുക. ഈ ബെഡ്റൂമിലൊക്കെ ഫോൺ എടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ അസൗകര്യമാണ്. ടീച്ചറേ, 2 എക്സ്ട്രാ പ്ലേറ്റ് കൂടി. മോൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? ഹലോ, ഞങ്ങളിവിടെ PS-ന്റെ വീട്ടിൽ ഉണ്ടാവും. ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട, ഇങ്ങോട്ട് വന്നാൽ പറ്റില്ല. ഇവിടെ ഇപ്പൊ തന്നെ 4 പേരുണ്ട്. അയ്യോ, ടീച്ചർ ഇതിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആർച്ചിന്റെ കാര്യത്തിൽ തീരുമാനം പറ. പനവിള ജംഗ്ഷനിൽ വേണോ വേണ്ടേ? ഞാൻ എപ്പോഴും പഴയ അഭിപ്രായം തന്നെ വെക്കുക. അവിടെ ആർച്ച് കെട്ടി കഴിഞ്ഞാൽ വടക്കുന്നത് കാറ്റ് പിടിക്കും. അതിപ്പോ അവിടെ കിട്ടിയാൽ ഇവിടെ ആയാലും കാറ്റ് പിടിക്കും. ടീച്ചറെ, സ്വല്പം കരിങ്കാലികളോട് കണ്ടോ? അയ്യോ, കരിങ്ങാലി വെള്ളം ഇവിടെ ആർക്കും ശീലമില്ല.
കുറച്ച് ഉണ്ടാക്കി വെച്ചൂടെ വാവേ? അല്ല പാർട്ടിയുടെ കാര്യത്തിൽ പി എസിന് തീരുമാനമൊന്നുമില്ലേ? എനിക്കിനി പലിശയ്ക്ക് പണം എടുക്കാൻ ഒക്കുകയല്ല. ആർച്ചുണ്ടാക്കുന്നത് കൊള്ളാം, നിങ്ങൾ തന്നെ പണ്ടുകൂടെ എവിടെ നിങ്ങൾ പൈസ കൊള്ളാം. അത് നമ്മൾ പിരിക്കും. പിരിക്കാൻ ഒക്കുകയല്ല, പിരിച്ച് നാട് കൂടെ പിരിഞ്ഞെടുക്കുക. പിരിവിനെ പി എസ് എതിർത്താ എങ്ങനെയാ? അധികാരം നമ്മുടെ ഉള്ളപ്പോ അവർ നമ്മളെ പിരിക്കും, അതില്ലാത്തപ്പോ നമ്മൾ അവരെ പിരിക്കും, അത്ര തന്നെ. നല്ല കൈപ്പൊടിയോ ടീച്ചർക്ക്. കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മണിയടിക്കാനും നോക്കണ്ട, 3 മണിക്ക് പ്രസ്സിൽ പോണം. പായസം ഞാൻ കൊടുക്കില്ല. വാവേ, ടീച്ചറെ മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കരുത്, പ്രിപ്പറേഷൻ ഒക്കെ നല്ല സ്റ്റൈലായിരുന്നു. സോറി, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് ഫോൺ ചെയ്തേ. ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നാ? എന്നിട്ട് പായസം തന്നില്ലല്ലോ. അത് സുഖേട്ടന് പായസം ഇഷ്ടമല്ലാത്തോണ്ട് വെച്ചില്ല. അപ്പൊ പി എസിന്റെ പരിപാടി നിങ്ങൾ പോയി, ഞാൻ സ്കൂട്ടർ വന്നാൽ. ശരി, പോവാം. വാവേ, വാവേ ഞാനാട്ടെ. ആർച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ എപ്പോഴും പറയാറില്ലേ രാഷ്ട്രീയത്തിൽ ഹൃദയമില്ലെന്ന്. ഞാൻ പറഞ്ഞതാണ് ഇന്ന് വാവയുടെ ബർത്ത്ഡേ ആണ്, എനിക്ക് നേരത്തെ പോകണമെന്ന്. അപ്പൊ കെട്ടിയെടുത്ത് കൂടെ ഒരു കാര്യം, വാവയിരിക്കും, ഞാൻ പറഞ്ഞില്ല. ചോറില്ലേ? വാവേ, നീ എനിക്ക് മാപ്പ് തരണം. അത് മാത്രം എന്നോട് പറയരുത്. വാവേ, എനിക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്ന നിനക്ക് എന്നാണ് നീ എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുക? ഈ ഒരു നിമിഷം എനിക്കായിട്ട് മാറ്റിവെച്ചില്ലേ, അത് മതി. ഇനി സുഖേട്ടൻ എവിടെ പോണ്ടത്? പൊയ്ക്കോളൂ. വിക്കറ്റിംഗ് കൊണ്ട് വളരാൻ പോണത് ഞാനൊരു പീസ് ഇടും. അമ്മാവൻ എന്ത് പീസ് ഇടുമെന്നാ? എന്റെ പാര ആഭ്യന്തരമന്ത്രിയാ. അയാളെ ഞാൻ കരിവാരി തേക്കും. അയാൾ ആഭ്യന്തര കൈകാര്യം ചെയ്യുമ്പോ സമാധാനപരമായ ഒരു ജാഥ ഈ സംസ്ഥാനത്ത് നടക്കില്ലെന്ന് ഞാൻ തെളിയിക്കും. അതെങ്ങനെയാ അമ്മാവ? എടാ മടയാ, പി എസിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ ജാഥ ആരംഭിക്കണം. കല്ലൂച്ചിറയുടെ തീരത്തുള്ളൊരു സെന്റ് ജോസഫ്സ് കോളേജിൽ ന്യായമായ ഒരു അവകാശത്തിന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസേ പകരം ഞങ്ങൾ ചോദിക്കും. സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ എത്തുമ്പോ പോലീസിന് നേരെ കല്ലേറുണ്ടാവും. ആരറിയുമെന്ന് അമ്മാവൻ പറയുന്നേ? ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് അവരിപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഭരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, മന്ത്രി കസേരയും പ്രശ്നമല്ല. ഗുലാബ് സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. പോലീസിലെ ഉണ്ടായത് അവസാനിപ്പിക്കുക.
ഹലോ. ആ ദിവാനാണോ? അളിയ ശശിയാ, കുരുടാമന്നിൽ. ആ നാളത്തെ പത്രത്തിലേക്ക് ഒരു ഹോട്ട് ന്യൂസ് പിടിച്ചോ. ഞങ്ങളുടെ സമാധാനപരമായ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പോലീസ് തല്ലിച്ചതച്ചു. സെക്രട്ടേറിയറ്റ് വാതിൽക്കൽ ചെരുപ്പും ചോരത്തുള്ളികളും. 30ഓളം പേർ മാരകമായ പരിക്കേറ്റ് ആശുപത്രിയിൽ. അളിയാ നീ എവിടെ നിന്ന്? ആശുപത്രിന്നാണോ? ഞാനാ ആശുപത്രി നിന്നാ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഞാൻ പബ്ലിക് ബൂത്തിൽ നിന്നാ. കുരുടാമണ്ണിൽ ശശിയും അവശ നിലയിൽ ആശുപത്രിയിലാണെന്നൊന്ന് ഫിറ്റ് ചെയ്തേര്. എന്റെ പൊളിറ്റിക്കൽ മൈലേജ് അല്പം കൂടട്ടെ. ആ പിന്നെ രാത്രിയിൽ നമ്മളൊന്ന് കൂടുന്നുണ്ട് വിശാലമായിട്ട്. ഓക്കെ. പരിക്ക് പറ്റിയവരുടെ കൂട്ടത്തിൽ പ്രമുഖ നേതാക്കളായ കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാഴിപ്പറമ്പിൽ, കതിരൂർ ജോർജ്. അല്ല, ഇയാളാണല്ലോ പ്രകടനം നയിച്ചത്. പിന്നെ ഇയാൾക്ക് തല്ല് കിട്ടാതെ പോയതെന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. തല്ലാമെന്ന പോലീസുകാരോട് നയം വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അവരത് കേട്ട് ലാത്തി മടക്കി പോയിട്ടുണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി എങ്ങനെ രക്ഷപ്പെട്ടോളണമെന്ന്. പോലീസുകാരുടെ മുമ്പിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നെഞ്ചു മിരിച്ചു നിന്നാ അവര് വെറുതെ വിടുവോ? വാവേ, നിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയോട് എനിക്ക് പുച്ഛം തോന്നുന്നു. എന്നോട് പുച്ഛം തോന്നിയിട്ട് കാര്യമില്ല. എന്ത് പ്രയോജനം ഉണ്ടായിട്ടാ? കാശായിട്ടോ ഇല്ല. ആ പത്രവും നോക്കിയേ, സുഖേട്ടന്റെ പേരേ ഇല്ല. കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാഴിപ്പറമ്പിൽ, പരുത്തിപ്പാറ സലീം എന്നിവരുടെ പേരുമുണ്ട്, ഫോട്ടോയും ഉണ്ട്. ഇവിടെ അടി കൊണ്ടത് മിച്ചം. പത്രത്തിൽ ഫോട്ടോ വരാത്തത് എന്റെ കുറ്റമാണോ? ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. PS ഒന്ന് എവിടെയെങ്കിലും കാണാതിരിക്കില്ല. നീ നല്ലോണം നോക്കിയോ? എങ്ങും ഇല്ലാന്ന്. ആ, നീ സമാധാനമായിട്ടിരിക്കുക. അടുത്ത ലാത്തി ചാർജ് വരുമ്പോ ഞാൻ ക്യാമറയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തെന്ന് അറിയുകൊണ്ടോളാം.